സിലബസ് ആയാലും CBSE ആയാലും 90+ ഉറപ്പ്. 90+ 10 days ചാലഞ്ച് ഏറ്റെടുക്കൂ. മഹാരഥന്മാർ അണിനിരക്കുന്ന സ്റ്റാർ മാജിക് അവാർഡ്സ് 2022 ഏവർക്കും ഊഷ്മളമായ സ്വാഗതം. मेरे सपनों की रानी तब आएगी तो आए रुक मत रानी तब आएगी तो आए रिक मत रानी तब आएगी तो चलिया दूर चलिया. ഇൻട്രോ നമ്മൾ തുടങ്ങിയിട്ടേയുള്ളൂ. എന്നാ കുട്ടി കണ്ടിന്യൂ ചെയ്തോളൂ. എനിക്ക് പാട്ട് പാടാൻ ധൃതിയായി, അതുകൊണ്ടാ. ഹാസ്യത്തിന്റെ പുതുമ കൊണ്ട് ആ പുതുമഴയായി വന്നു നീ പുളകം കൊണ്ട് പൊതിഞ്ഞു. അല്ല ഇത് സ്റ്റാർ മാജിക് അവാർഡ്സ് ആണ്. നമുക്ക് ബ്രാൻഡിങ് മൊത്തം പറയണം, സ്പോൺസേഴ്സ് അവർക്ക് ഇഷ്ടമാവണം. അപ്പൊ എന്നാലേ നമുക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടുള്ളൂ കേട്ടോ. താരകങ്ങൾ നിറഞ്ഞാടുന്ന ഈ ആഘോഷ ആയിരം കാവിൽ വേല കഴിഞ്ഞു കാട്ടിലെത്തുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാ. ഇനി അടുത്ത പാട്ട്. ഞാൻ പോവാട്ടോ. ആ തിരിച്ചു പോകൂ, ഒന്ന് പോകൂ ഓ മലാളേ, സഫലമി മോഹം വ്യാമോഹം. എന്താ പറഞ്ഞോളൂ പ്ലീസ് സർ. ഒന്നുകൂടെ. തിരിച്ചു പോകൂ, ഒന്ന് പോകൂ. സർ സർ സാറിന്റെ മൈക്ക് ഓഫാ. അപ്പോ സ്റ്റാർ മാജിക്കിലെ ബിനീഷ് ബാസിന്റെ അവസ്ഥയായല്ലോ എനിക്ക്. സ്റ്റാർ മാജിക് വല്ലപ്പോഴേ കാണാറുണ്ടെങ്കിലും ബിനീഷ് ബാസിന്റെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. ചിലപ്പോ എന്റെ മേളിൽ കയറി പോകണം. അങ്ങനെ സ്റ്റാർ മാജിക്കിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് നിങ്ങൾ കാത്തിരുന്ന ആ ഒരു അവാർഡ് ദിശയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്റ്റാർ മാജിക് അവാർഡ്സ് 2022. ആർക്കൊക്കെ ആയിരിക്കും ഇന്നത്തെ അവാർഡ്? എന്തൊക്കെ അവാർഡ് ആയിരിക്കും? ഏതൊക്കെ കാറ്റഗറി ആയിരിക്കും? എല്ലാം നമുക്കൊന്നും അറിയില്ല. എല്ലാം ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ട് we are moving on to Star Magic Awards. So are you ready? ഏതായാലും ആദ്യത്തെ കാറ്റഗറി ഒട്ടും തന്നെ നമ്മൾ സർപ്രൈസ് ഇടുന്നില്ല. മൂവിംഗ് ഓൺ ടു ഫസ്റ്റ് കാറ്റഗറി ഓഫ് സ്റ്റാർ മാജിക് അവാർഡ്സ് 2022. ആർക്കായിരിക്കും? ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ LED wall please. ഒരു മധുരക്കിനാവിൽ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു വൈദേഹി പോകയാ. സാരഥി ബാബയേ നെൽസനൊക്കെ കാവടിയാട്ടത്തിന് പോയിക്കൊണ്ടിരുന്നല്ലേ ശരിക്കും? അല്ല പിന്നെ ഞാൻ ഒന്ന് രണ്ട് ഒരു 10,000 ക്ഷേത്രത്തിൽ പോയി ശ്രീ നെൽസൺ ശൂരനാട് മികച്ച ഗാനകൊതിയൻ മധുകേളവ അവാർഡും പ്രത്യേക ജൂറി പ്രാക് അവാർഡും സർവശ്രീ മികച്ച അരോചക ദേശീയ കോമഡി ശിരോമണി പുരസ്കാരവും ഗിന്നസ് ബുക്ക് നൽകുന്ന കണക്കപ്പുള്ള അവാർഡും നൽകി ആദരിക്കുന്നു. സ്വാഗതം ചെയ്യാം ശ്രീ നെൽസൺ ശൂരനാട്. അവാർഡ് ലഭിച്ചിട്ടുള്ളത് നെൽസൺ ശൂരനാടിനാണ്. പലരും കൊതിക്കുന്ന ഒരു ആദ്യത്തെ അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് നെൽസൺ ശൂരനാട്. നെൽസൺ ചേട്ടാ പ്ലീസ്. മികച്ച ഗാന കൊതിയൻ അവാർഡ്, പ്രത്യേക ജൂറിയുടെ പ്രാക് അവാർഡ്, ഗ്രേറ്റ്. മികച്ച ദേശീയ കോമഡി അവാർഡ്, അതോടൊപ്പം മികച്ച കണക്കപ്പുള്ള പുരസ്കാരം. അങ്ങനെ 4 അവാർഡ്സ് ചേർന്ന് സ്റ്റാർ മാജിക് അവാർഡ്സ് 2022 അദ്ദേഹത്തെ ആദരിക്കാൻ പോവാണ്. Once again a big round of applause. Please.
അദ്ദേഹം അർഹിക്കുന്ന ആ ഒരു അംഗീകാരം. സർ, ഇത് കറക്റ്റ് അവാർഡ് തന്നെയാണല്ലോ. മൊത്തം കല്ല്. ഈ പാട്ടിലെ കല്ലാണോ, നെൽസൺ പാടിയ പാട്ടിലെ കല്ല് വെച്ച് ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം. അത്രയോ. നെൽസൺ ചൂടനാടിന് ഈ അവാർഡിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അയ്യോ, ചൂടനാടല്ല സാർ, ശൂരനാട്, നെൽസൺ ശൂരനാട് എന്നാണ്. അല്ല, ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞ ഈ ഫ്ലോറിൽ ഏറ്റവും അധികം വ്യക്തികളോട് ചൂടാവുന്നത് നെൽസനാണ്. അങ്ങനല്ല സാറേ, ഇവിടെ സുധി എന്ന് പറഞ്ഞൊരു ആളുണ്ട്. അയാളെ കണ്ടാ എനിക്ക് അപ്പൊ ദേഷ്യം വരും. മാത്രമല്ല, എന്നെ ഏറ്റവും കൂടുതൽ എന്നെ കളിയാക്കുന്ന ആ വ്യക്തിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഞാൻ അതൊരു നല്ല ഹാസ്യതാരമല്ലേ? തന്ന കല്ലെടുത്ത് അവന്റെ തലക്കടിക്കാൻ തോന്നി. സത്യം, അത്രയ്ക്ക്. എന്തായാലും നെൽസൺ മധു കേരള ഇവിടെ പാടണ്ട. ചൂടനാട് അത് വാങ്ങിക്കൊണ്ട് പോയിക്കോളൂ. a big round of applause. ഞാൻ ആ ട്രോഫി പോയെന്ന് വാങ്ങിയാലോ? എന്തിനാ സർ? ഇവിടെ ആകെ 2 ട്രോഫിയേ ഉള്ളൂ. അതുകൊണ്ട് സർ, വേണ്ടല്ലേ. എന്നാ ഞാൻ പ്രേതത്തെ പറ്റി പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ? ഇത് കേട്ടിട്ടാണോ എന്റെ രോമം വരെ എഴുന്നേറ്റ് നിൽക്കുന്നത്? സാറിന്റെ രോമം വരെ സാറിനെ തല്ലാൻ വേണ്ടി എഴുന്നേറ്റതായിരിക്കും. എന്നാലും കുട്ടി അടുത്ത ആളെ വിളിക്കൂ. yes, that's good sir. ഇത് കഴിഞ്ഞ് ടീച്ചറായിട്ട് പോകുന്നുണ്ടോ? അടുത്ത കാറ്റഗറി ഏതാണ്? ആരാണ് ആ ഒരു ടൈറ്റിൽ അവാർഡ് സ്വന്തമാക്കാൻ പോകുന്നത്? നമുക്ക് സർപ്രൈസ് ഇപ്പൊ പറയണ്ട. മൂവിംഗ് ഓൺ ടു our LED wall പ്രൊഫൈൽ കാണാം. ഗംഭീരമായിരുന്നു, നല്ല പോസിറ്റീവ് എനർജി. സത്യം പറഞ്ഞ ആ എപ്പിസോഡുകൾ ചിരിച്ച് എന്റെ ശബ്ദം വരെ അടഞ്ഞു. അപ്പോഴാണ് ആ സൂപ്പർ പവറിന്റെ പവറോട് കൂടിയ ഒരു ഗസ്റ്റ്. അടിമാലിക്ക് 2 പേയ്മെന്റ് ആണ്. ഇവിടെ നിന്നും പിന്നെ വരുന്ന ഗസ്റ്റിനെ പോയിട്ടുന്ന ശ്രീ ബിനു അടിമാലി മികച്ച പാഴ് കേരള ഗസ്റ്റ് സുഗുപ്പീരി പ്രഭാഷണ പുരസ്കാരവും മികച്ച നിത്യ പ്രേക്ഷക പൊങ്കാല അവാർഡും മികച്ച പൊങ്ങച്ച പരിപോഷിണി ഫോർച്യൂണർ രത്നവും ഓൾ കേരള തോൽവിശ്രീ ശ്രീവിദ്യാ സ്മാരക പുരസ്കാരവും നൽകി ആദരിക്കുന്നു. So let's welcome Binu Adimali to floor, please. Congratulations, Vincheta. നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. കാരണം ഇദ്ദേഹത്തെ തേടി എത്തിയിട്ടുള്ളത് മികച്ച ഗസ്റ്റ് സുഗുപ്പീർ അവാർഡ് ഇദ്ദേഹത്തിന് പ്രേക്ഷക പൊങ്കാല അവാർഡ് അതും പരിപാടി തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് അവാർഡുകളാണ്. ശ്രീവിദ്യ പരിപോഷിണി അവാർഡ് അതും പരിപാടി അപ്പോ ഇതിന്റെ പകുതി അപ്പൊ അവക്കുള്ളതാ. സ്റ്റാർ മാജിക്കിലെ എല്ലാ എപ്പിസോഡിലും താങ്കളുടെ ഇങ്ങനെ ഒരു പെർഫോമൻസ് ഞങ്ങൾ കാണാറുള്ളതാണല്ലോ. കാരണം ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഞാനും ലക്ഷ്മിയൊക്കെ ഒരുപോലെയാ. ആര് വന്നാലും ഞങ്ങളൊന്ന് പരിപോഷിപ്പിച്ചെടുക്കും. അതെ, അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. സാറിന്റെ വായിന്ന് ആ ദർശന എന്ന് പറയുന്ന ഒരു പാട്ട് കേൾക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് എന്റെ മാത്രം ആഗ്രഹമല്ല, ഈ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ അവകാശമാണ്. നിന്നെ ഞാൻ കണ്ടെന്നേ മേഘപ്പൂക്കൾ വന്നേ ദർശന ദർശന സർവം സവാദനാഥന കണഗുണസാ ദർശന ദർശന. ഒരു പ്രാവശ്യം കൂടെ വേണം. ഞാൻ സാർ ആ അവാർഡ് തരുവാണെങ്കിൽ ഞാൻ പൊക്കോളാം. സാർ ഇനിയും കയറി ചിലപ്പോൾ ദർശനമാണ്. ഞാനാണെങ്കിൽ ഞാനും ലക്ഷ്മിയാണെങ്കിൽ ചുമ്മാ കയറി കൊടുത്തും ചെയ്യും. അവാർഡ് വരുത്തിക്കുള്ളൂ. തീർച്ചയായിട്ടും സർ, ദാറ്റ്സ് ഗ്രേറ്റ്. അവൈലബിൾ സ്റ്റാർ മാജിക് അവാർഡ്സ് 2022 അടുത്ത കാറ്റഗറിയിൽ അവാർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം ബിനു അടിമാലി. ഓവർ ടു ദി മൊമെന്റ് പ്ലീസ്. കറക്റ്റ് അവാർഡാണ് ബിനു അടിമാലിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ ചെളിയും കോരിക്കൊണ്ടു പോണം. അതിന്റെ സിമ്പലാണിത്. പിടിച്ചോളൂ. ചെളി കോരിപ്പം മുണ്ടഴിഞ്ഞു പോയതാണോ? പ്രശസ്തി പത്രം. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, ശരി സാറേ. ശരി ലക്ഷ്മി. അടുത്ത കാറ്റഗറിയിലേക്ക് നമുക്ക് പോയാൽ അടുത്ത കാറ്റഗറിയിലോട്ട് നമുക്ക് പോവാം. എന്തായാലും ആ കാറ്റഗറി നമ്മൾ പറയുന്നതിനേക്കാൾ ആ ഒരു പഞ്ച് എന്ന് പറയുന്ന LED വോളിൽ അവരുടെ പ്രൊഫൈൽ വരുന്നതാണ്. റൈറ്റ് ഗൈസ്? യെസ്. മൂവിംഗ് ഓൺ ടു അവർ നെക്സ്റ്റ് പ്രൊഫൈൽ. നെക്സ്റ്റ് വിന്നർ ഇത്
ಏನ್ ತಾಣಿಸಿರಿ ഇത് ഞങ്ങളുടെ കുലത്തൊഴിലാണ് ചെമ്പ ചെമ്പ വരിച്ചെമ്പ നിന്റെ കുന്തിളപ്പ് ഞങ്ങൾ കണ്ടു. ഡാൻസ് പിന്നെ ദേഷ്യം വരത്തില്ലേ മനുഷ്യന്? ഒന്ന് കട്ട് ചെയ്തരും. ശ്രീ ഉല്ലാസ് പന്തളം മികച്ച കുന്തളിപ്പ് ശിരോമണി പുരസ്കാരവും മികച്ച നാണ കോമഡി പ്രശസ്തി പത്രവും ഡിസ്കോ രവി പെനപ്പ് നൃത്ത പുരസ്കാരവും നൽകി ആദരിക്കുന്നു. സ്വാഗതം ചെയ്യാം ശ്രീ ഉല്ലാസ് പന്തളം. മികച്ച കുന്തളിപ്പ് പുരസ്കാര ജേതാവ്, അതോടൊപ്പം തന്നെ മികച്ച നാട കോമഡി അവാർഡ്. ഗംഭീരമായിരിക്കുന്നു. ഉല്ലാസേട്ടാ, എവിടെ നമ്മൾ കേൾക്കാത്ത ഒരു കാറ്റഗറിയാണ് മികച്ച കുന്തളിപ്പ് അവാർഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു അവാർഡ് ഇതുവരെ ആർക്കും സ്വന്തമാക്കാൻ പോലും സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, അല്ല, എന്തളിപ്പാണ് പറഞ്ഞത്? മികച്ച കുന്തളിപ്പ് അവാർഡ്. കുന്തളിപ്പ്. അതെ അതെ. അതുപോലെ സാറ് കാണിക്കത്തില്ലേ, അതിന്റെ വേറൊരു വെർഷനാണ്. സോ ഉല്ലാസേട്ടാ, ഞാൻ എക്സൈറ്റ്മെന്റ് കൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സെയിം പിച്ച്. അപ്പം മികച്ച കുന്തളിപ്പ് അവാർഡ്, അതുപോലെ തന്നെ മികച്ച നാട കോമഡി അവാർഡ്. ഇതാണല്ലേ കുന്തളിപ്പ്? അതിന്റെ വേറൊരു വെർഷനാണ്. കിരികിരിപ്പെന്നാണ് പറയുന്നത്. അപ്പൊ മികച്ച കുന്തളിപ്പ് അവാർഡ് കിട്ടി, അതുപോലെ തന്നെ മികച്ച നാട കോമഡി അവാർഡ് കിട്ടി. അത് നാണമില്ലാത്ത സാറ് തന്നെ അതെനിക്ക് തരുന്നില്ല. എനിക്ക് ഭയങ്കര ഗംഭീരായിരിക്കുന്നു. വളരെ ഗംഭീരമായിട്ടാണ് ഉല്ലാസ് പന്തളം എനിക്കിട്ട് താങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പന്തളത്തുനിന്ന് വരുമ്പോൾ ഈ കുന്തളിപ്പ് അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. അത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മിസ്റ്റർ ഉല്ലാസ്? താളമില്ലാത്ത കോമഡിയും അവതാളത്തിലുള്ള നൃത്തവും രണ്ടും താൻ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു? ആ കാര്യത്തിൽ സാറാണ് എന്റെ ഗുരു. സാർ ഇത് എങ്ങനെ കൊണ്ടുപോകുന്നോ അതേ റൂട്ടിൽ കൂടാണ് ഞാനും പോകുന്നത്. സാറേ, ഈ സ്റ്റാർ മാജിക്കില് കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരനുണ്ട്. അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കണം. തീർച്ചയായിട്ടും ആ വലിയ കലാകാരന് ബെസ്റ്റ് കൊമേഡിയൻ ഉള്ള അവാർഡ് ഞാൻ കൊടുക്കുന്നതായിരിക്കും. ബെസ്റ്റ് കൊമേഡിയൻ അല്ല സാറേ, ബെസ്റ്റ് കോമഡിയനാണ് ആ പുള്ളി. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് വലിയ സമ്മാനമൊന്നും നൽകണ്ട. വല്ല സോപ്പോട്ടിയോ ചവറുകോരിയോ മെഴുകുതിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. അല്ലെ കല്ലും മണ്ണും മാറി വെച്ച് പ്രാകും അങ്ങനെ. മികച്ച ഒരു ഹാസ്യ താരമാണെന്ന്, നല്ല സ്വഭാവത്തിന് ഉടമയാണെന്ന് ആണ് മിസ്റ്റർ ഉല്ലാസ് ഞാൻ കേട്ടിരിക്കുന്നത്. മിസ്റ്റർ ഉല്ലാസ് എന്റെ പൊന്ന് സാറേ, മഹാമെനകെട്ടവനാണ്. മനസ്സിലായോ? പുള്ളി കുളിക്കുകയോ പല്ല് വെക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഇവിടെ അറിവില്ല. റൂട്ട് മാറിപ്പോകുന്നു. നമുക്ക് വിഷയത്തിലേക്ക് വരാം. വിഷയത്തിലേക്ക് വരാം. So momento please. Congratulations to Ullas Pandalam. Please a big round of applause. ഇത് സാറിനെ നോക്കി ഉണ്ടാക്കിയതാണ്. അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അതേപോലെ ഇരിക്കുന്നു, സാറിനെ പോലെ തന്നെ. All the best. Thank you. ചേട്ടാ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. That's great. Sir, നമുക്ക് ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വന്നല്ലോ. തീർച്ചയായിട്ടും. So let's have a short break and this is Star Magic Awards 2022. Have a short break. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പ്രഭാകര ചക്കക്കുരു അച്ചാറുകൾ. പ്രഭാകര ചക്കക്കുരു അച്ചാറുകൾ ഏത് പാതിരാത്രിയിലും ഒറ്റയ്ക്കാവുമെന്ന തോന്നൽ കൂടാതെ മിണ്ടിയും പറഞ്ഞും സഞ്ചരിക്കാൻ പ്രഭാകര ചക്കക്കുരു അച്ചാറുകൾ. പ്രഭാകര ചക്കക്കുരു അച്ചാറുകൾ. ഒരൊറ്റ ചക്കക്കുരു അച്ചാർ മതി മനസ്സിൽ 1000 വർണ്ണങ്ങൾ വിരിയാൻ. താളമേള കോശങ്ങളോടെ കുടുംബത്തോടൊപ്പം ആസ്വദിക്കൂ പ്രഭാകര ചക്കക്കുരു അച്ചാറുകൾ. പ്രഭാകര ചക്കക്കുരു അച്ചാറുകൾ. ഓരോ പ്രഭാതങ്ങളും പൊട്ടിപ്പുറപ്പെടട്ടെ. പ്രഭാകര ചക്കക്കുരു അച്ചാറുകൾ. പ്രഭാകര ചക്കക്കുരു അച്ചാറുകൾ. ഞങ്ങൾക്ക് മറ്റെങ്ങും ബ്രാഞ്ചുകളില്ല, ഹെഡ് ഓഫീസ് മാത്രം. പ്രഭാകര ചക്കക്കുരു അച്ചാറുകൾ. Once again, welcome back and now you are watching Star Magic Awards 2022. ഇനി ആർക്കായിരിക്കും അവാർഡ് എന്നുള്ളത് അറിയുന്നതിന് മുമ്പായിട്ട് അവാർഡ് നൽകാൻ വേണ്ടി നമ്മളോടൊപ്പം ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് ജോയിൻ ചെയ്യാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യാൻ പോവാണ്. നമുക്ക് ആർക്കും ഒരു അപരിചിതനല്ലാത്ത നമ്മുടെ സ്വന്തം ഗസ്റ്റ്, ആൻഡ് ഹിയർ ഹി ഈസ്. പ്ലീസ് വെൽക്കം സർ.
ആക്ച്വലി ഇത്തരത്തിലുള്ളൊരു അവാർഡ് നൈറ്റ് സ്റ്റാർ മാജിക് താരങ്ങളെ ആദരിക്കുന്നതിന് ഈ ഒരു വേദിയിലെത്തിയപ്പോ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് കോമഡി ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. ആണോ? ഞാൻ ഒരുപാട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. Okay. അപ്പൊ അങ്ങനെയുള്ള ഒരു അവാർഡ് കൊടുക്കാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. സാറേ, സാറിന് അസീസിന്റെ ഫിഗർ ചെയ്യാം. അസീസ് എന്ന് പറഞ്ഞ ഒരു വേട്ടാവളിയുണ്ട്, അദ്ദേഹത്തിന്റെ ഫിഗർ ചെയ്യാം. അസീസ് എന്ന് പറഞ്ഞാൽ വേട്ടവളയാണ്. ആ ഫിഗറിന് പറ്റില്ല, അത് നിനക്കേ പറ്റുള്ളൂ. സാറിന് ചെയ്യാൻ പറ്റും. എനിക്കോ? പറ്റോ? എനിക്ക് പറയൂ, കുട്ടി പറയൂ. കുട്ടി പറഞ്ഞാൽ ഞാൻ ചെയ്യും. പറ്റും. ഞാൻ ചെയ്യാം. സാർ, ഇതൊരു കോമഡി അവാർഡ്സ് ആണല്ലോ. അതെ. പക്ഷെ സാറിന് ഒരിക്കലും കോമഡി അല്ല. സാർ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഹോ, ഹോ എന്ന് ശബ്ദം ഉണ്ടാക്കാറില്ലേ? അതെന്റെ ഐഡന്റിറ്റി. അതെ അതെ, അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ക്ലോസിലൊന്ന് എടുക്കാൻ വേണ്ടിട്ടാ. ഇവിടെ ഫ്ലവേഴ്സിൽ പട്ടിയൊന്നും ഇല്ലല്ലോ. ചിലപ്പോ പട്ടി കയറി വരും. ഇല്ല സാർ, ശരിക്കല്ലേ? അതാണ് ഒറിജിനൽ ഞാനല്ല. സാറല്ലേ? ഹായ്, ഒന്നൂടെ സാർ, ഒന്നൂടെ സാറേ, ഇവിടുത്തെ ഒരു കുട്ടി പറയുന്നത് സാറിന് ചൂരത്തലയുടെ ഫിഗർ ചെയ്യാന്ന്. അനുവാണോ? അനു താങ്ക് യു. ഒരു തുറന്ന മനസ്സിന്റെ ഒരു ഉടമയാണ് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത്. ആരാണ് ആ ഒരു അവാർഡ് ജേതാവെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പ്രേക്ഷകരെക്കാൾ ഇദ്ദേഹത്തിന്റെ മനസ്സിലാണ്. So let's have a look at the LED ball, please. എന്താണ് ആക്ച്വലി ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്? പക്ഷെ അന്ന് പഠിച്ചതാണ് പുല്ല്, മറന്നു. നമുക്കൊരു ബോധമൊന്നുമില്ലല്ലോ. ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. ഇതാ സിനിമയുടെ ഡയലോഗ് ഞങ്ങൾക്ക് അറിയത്തില്ല. സിനിമയുടെ ഡയലോഗ് ചതിക്കാത്ത എന്തോ എന്നെ ഒന്ന് ശിഷ്യനാക്കോ പ്ലീസ്. ഒന്ന് ശിഷ്യനാക്കോ. വിളിച്ചത്. കൊച്ചിനൊരു പാട്ട് പാടിക്കൊടുത്തിട്ട് യൂട്യൂബിൽ വൈറലായിട്ടുണ്ടായിരുന്നില്ലേ? ആ പാട്ട് പാടിത്തരോ? ഞങ്ങളെ സുയിച്ചേട്ടനെ ഓർക്കാനാ. അവളെ ഈ വാത്സല്യ എളിമയും കൂടിയിട്ട് ചുണ്ടു പിടിച്ചാ കൊന്നെ കൊച്ചിനൊക്കെ പാടാ. തൃശ്ശൂർ പൂരം മണി നമ്മുടെ ഈ ഫ്ലോറിൽ തൃശ്ശൂർ പൂരം നടക്കാൻ പോവുകയാണ്. ശ്രീവിദ്യ മുല്ലച്ചേരി ലോക മന്ദിപ്പിനുള്ള നിത്യ ലാഗ് പുരസ്കാരവും മികച്ച ചാട്ടവാറടി വാങ്ങിയതിന്റെ പ്രശസ്തി പത്രവും മികച്ച കൊഞ്ഞണംകുത്തി മുഖ പുരസ്കാരവും നൽകി ആദരിക്കുന്നു. സ്വാഗതം ചെയ്യാം ശ്രീവിദ്യ മുല്ലച്ചേരി. Let's welcome ശ്രീവിദ്യ മുല്ലച്ചേരി on the way from കാസർഗോഡ്. ശ്രീവിദ്യ സ്വന്തമാക്കിയിട്ടുള്ള അവാർഡ്സ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ആദ്യത്തെ അവാർഡ് എന്ന് പറയുന്നത് മികച്ച മന്ദിപ്പ് അവാർഡാണ് ശ്രീവിദ്യ സ്വന്തമാക്കിയിട്ടുള്ളത്. പിന്നെ ഏറ്റവും മികച്ച ലാഗ് പുരസ്കാരം, അതും ലാഗേശ്വരി എന്നുള്ള ടൈറ്റിൽ ശ്രീവിദ്യക്ക് സ്വന്തം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചാട്ടവാറടി സ്വന്തമാക്കിയ ആർട്ടിസ്റ്റ് എന്നുള്ള ടൈറ്റിലും ശ്രീവിദ്യക്കാണ്. മികച്ച കൊഞ്ഞനംകുത്തി മുഖ പുരസ്കാരം. എനിക്ക് എന്റെ പാരമ്പര്യം നിലനിർത്താൻ പറ്റി എന്നുള്ളതാണ്. ഏത് കാര്യത്തിലാണ് പാരമ്പര്യം? മന്ദിപ്പിനുള്ള അവാർഡ് ഫാമിലിയിൽ പണ്ടുള്ള. പിന്നെ അടി കിട്ടുന്നതിനുള്ള അത് അവാർഡായിട്ട് കിട്ടുന്ന എനിക്കാണെങ്കിലും തല്ലി വളർത്തിയിട്ടുള്ള ഒരു കുട്ടിയാണ്. അല്ല, കുടുംബക്കാരെ മൊത്തം ഹലോ ഒരു പരമ്പര മൊത്തം മന്ദിപ്പാണോ? അതെ, അപ്പൊ എനിക്ക് എന്റെ പരമ്പര നിലനിർത്താൻ പറ്റി. അച്ഛനും അമ്മയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യണം. അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാം ഈ മകളെ പറ്റി. ഹലോ ശ്രീവിദ്യ, വീട്ടുപേര് മന്ദിപ്പ് നിവാസം എന്നാണോ? നാട്ടിൽ അങ്ങനെ ഒരു വിളിപ്പേരുണ്ട്, മന്ദിപ്പ് ഭവൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് കറക്റ്റ് ആയിട്ട് തറവാട്ടിലേക്ക് എത്തിക്കും. സാറ് പിന്നെ എല്ലാരും നല്ല അവാർഡ് ദാനം ചെയ്യാൻ വരുമ്പോ നല്ല കോസ്റ്റ്യൂമിലാണ് വരുന്നത്. സാർ മാത്രം ഇങ്ങനെ ഈ കോസ്റ്റ്യൂമിലായിരുന്ന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. അല്ല പിന്നെ എല്ലാവർക്കും അങ്ങ് മനസ്സിലായിട്ടിരിക്കുക. മനസ്സിലായില്ലേ? ഈ അസീസ് അല്ലടാ, നീ കണ്ണു പഠിപ്പിക്കണ്ട, കൂടുതൽ സംസാരിക്കണ്ട. നീ അസീസ് അല്ലയോടാ? ഈ ഒരു ഐറ്റം അല്ലോ, നാണോ ഇല്ലയോടാ നിനക്ക്? എന്താണെന്നറിയോ, ഇവന്റെ കയ്യിൽ ഈ ഒരു ഐറ്റം മാത്രമല്ല, ഇതേ അറിയാവൂ. അത് മാത്രം ഔട്ട് ആവും. ഹലോ, നിന്റെ ഷർട്ടും കൈയും തോർത്തും ഇന്ന് ഞങ്ങൾ കത്തിക്കും. ഇന്ന് നീ അശോകനായിട്ട് വന്നു. മികച്ച മന്ദിപ്പ് പുരസ്കാരം. പ്ലീസ്. മന്ദിപ്പ്
ടു ശ്രീവിദ്യ മുല്ലച്ചേരി. അല്ല സർ, തിരിച്ച് സർ. അല്ല സാർ പോകാനായിട്ടില്ല. അടുത്ത അവാർഡും സാറിന്റെ ഈ ഒരു ആത്മാർത്ഥത കണ്ടിട്ട് അടുത്ത അവാർഡും സാർ തന്നെ കൊടുക്കണം സർ. എനിക്ക് ഐ സ്പെഷ്യലിസ്റ്റ് കാണിക്കണം, കണ്ണ് തള്ളി വയ്യ. ഇപ്പഴേ പോണ്ട, മെഴുകി അഴുകിയിട്ട് പോയാൽ മതി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ സർ, മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് കാറ്റഗറി. സ്റ്റാർ മാജിക് അവാർഡ്സിൽ അടുത്ത കാറ്റഗറി ഏതാണ്? ഒന്ന് നോക്കിയിട്ട് വരാം മെല്ലഡി പ്രൊഫൈലിലേക്ക്. നമ്മ ശ്രുതിക്ക് എന്തോ പറയാനുണ്ട്. ഹോമിയോ ഡോക്ടർ ശ്രുതിക്ക് എന്തോ പറയാനുള്ള ഒരു അവസരം കൊടുക്കണം. നവ്യക്ക് സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? പിന്നെ ഇഷ്ടാണ്. സുധി കൊറേ കൗണ്ടർ അടിച്ചു നോക്കി, ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. അവസാനം പഴയ സ്റ്റോക്കിൽ നിന്ന് ജഗദീഷ് എനിക്ക് ലാലി വേണം. സ്ഥലം കുറച്ച് മാറിപ്പോയോന്ന്. നവ്യ കുട്ടിക്ക് സിമ്പിൾ ഈ ഡ്രസ് ഹോമിയോ ഡോക്ടറെ കൊണ്ട് തോറ്റല്ലോ. കോമഡി നശീകരണ യന്ത്രമേ ഇനി പോ. കൊല്ലം കുണ്ടറവഴിയുള്ള വള്ളുവനാടൻ പുരസ്കാരവും നൽകി ആദരിക്കുന്നു. സ്വാഗതം ചെയ്യാം ശ്രീ കൊല്ലം സുധി. Let's welcome Kollam Sudhi to Star Magic Awards 2022. So happy for you സുചേട്ടാ. കാരണം ഒന്നോ രണ്ടോ അവാർഡ്സ് അല്ല, ഒരുപാട് അവാർഡ്സ് ആണ് നമ്മുടെ സ്വന്തം സുചേട്ടൻ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏറ്റവും ആദ്യത്തെ അവാർഡ് എന്ന് പറയുമ്പോൾ കോമഡി നശീകരണ യന്ത്ര പുരസ്കാരം. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇദ്ദേഹത്തെ ഒരു കോമഡി നശീകരണ യന്ത്ര അവാർഡാണ്. അതുപോലെ തന്നെ തൊലിക്കട്ടി സ്മാരക കൗണ്ടർ ദാരിദ്ര്യ പത്ര അവാർഡാണ് ഇദ്ദേഹത്തിന് രണ്ടാമത് ലഭിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. തീർന്നിട്ടില്ല, അടുത്തതായിട്ട് വാർദ്ധക്യ കലാകാരന്മാരുടെ പൊതുശല്യ ഒരു പുരസ്കാരവും നമ്മുടെ സുചേട്ടനെ തേടിയെത്തിയിട്ടുണ്ട്. ഇവിടെയും തീർന്നിട്ടില്ല, കൊല്ലത്ത് നിന്ന് വള്ളുവനാടൻ പുരസ്കാരവും നമ്മുടെ സുചേട്ടനെ തേടി. സുധിച്ചേട്ടൻ ചെയ്ത യക്ഷി ക്യാരക്ടറിന് പ്രത്യേക ജൂറി പരാമർശവും ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുകയാണ്. സോ ഗ്രേറ്റ്. അപ്പോൾ ഏറ്റവും മികച്ച യക്ഷി അവാർഡും ഇദ്ദേഹത്തിന് സ്വന്തമായിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഓൾ ടോട്ടൽ 5 അവാർഡ്സ്. ഇതുവരെ ഈ ഒരു വേദിയിൽ 5 അവാർഡ്സ് ഒരാൾ കരസ്ഥമാക്കിയിട്ടില്ല. യക്ഷി സ്കിറ്റിലെ കണ്ടിട്ടുണ്ടോ? Oh my God, അന്ന് ഞാൻ ഫോൺ വിളിച്ചായിരുന്നു, സ്വിച്ച് ഓഫ് ആയിരുന്നല്ലേ? അത് ഒരുപാട് പേര് വിളിച്ചിട്ടേ ഓഫ് ചെയ്ത് വെച്ചതാ. ഓക്കെ, അപ്പൊ ഇതെല്ലാം അവാർഡ് കൊടുക്കേണ്ട ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ കിടക്കാൻ പോണേ. സുചേട്ടൻ ആക്ച്വലി ഗൂസ് ബംസ് ഒക്കെ വരുന്നുണ്ട്, കുളിര് വരുന്നുണ്ട്. 5 അവാർഡല്ലേ കിട്ടിയിട്ടല്ലേ? സോ പ്ലീസ്. അങ്ങോട്ട്. ഹലോ കേട്ടാ, ഒരു പാഴ് മറ്റൊരു പാഴിന് കൊടുക്കുന്ന അവാർഡ് കൊടുക്കുന്ന ഒരു നയന മനോഹരമായ കാഴ്ചയാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് പറയുന്നത് വേറൊരു പാഴ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സത്യനല്ല ബിനുവടിയമാലിയാണെന്ന് പറയുന്നവന്മാർ കുരങ്ങന്മാർ ഫസ്റ്റിൽ തന്നെ പറയുക. അങ്ങനാണെങ്കിൽ ഞാൻ ആ കൊക്കൊന്നും കുരങ്ങായിക്കോളാം. ഞാൻ ഓവറായിട്ട് ചിരിച്ച സത്യന്റെ ഫിഗർ മാറിപ്പോ. അടുത്തതായി അവാർഡ് ദാന ചടങ്ങ് ആങ്കർ ചെയ്യുന്നത് പ്രശസ്ത സത്യനേശൻ ഞാൻ തന്നെയാണ്. ആദ്യമായിട്ട് ഈ അവാർഡ് കൊടുക്കുന്നത് ലക്ഷ്മി നക്ഷത്രക്ക്. പീഡിയ ഇടിനടാ ഇടിൻ. ഗംഭീരം, നന്നായിട്ട്, നല്ല സെലക്ഷൻ. താങ്ക് യു. 2 ബാറ്ററികളെ വാങ്ങിച്ചിട്ട് ഇത് ഓടിയത് മാന്യമായിട്ട് അളവിന് തയ്പ്പിച്ചായിരുന്നു. ലക്ഷ്മി ചേച്ചിക്ക് ഒരു പാവാട അടിപ്പിക്കായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വന്ന നെറ്റിപ്പട്ടം കെട്ടിയ ലക്ഷ്മി എന്നൊരാന ഇവിടെ ജലൂസിന്റെ കുപ്പി തീർന്നതാണോ അതിനകത്തുണ്ടോ? അല്ല, അത് നിറയാണ്. പത കണ്ടില്ലേ? Moving on to the game. ചുറ്റാം ചുറ്റിക്കാം. ടായ് ടായ് പുളിമിഠായി തത്തകം
നക്ഷത്ര ശബ്ദ മലിനീകരണ ദേശീയ ചീവിട് പുരസ്കാരവും വസ്ത്രാലങ്കാര ചേരായ്മ അഡ്ജസ്റ്റ്മെന്റ് കൂർക്കഞ്ചേരി പുരസ്കാരവും ദേശീയ പേരിടൽ തന്ത്രത്തിന് നയതന്ത്ര വകുപ്പിന്റെ തന്ത്രമന്ത്ര കുതന്ത്ര അവാർഡ് നൽകി ആദരിക്കുന്നു. സ്വാഗതം ചെയ്യാം ശ്രീ ലക്ഷ്മി നക്ഷത്ര. ഒരുപാട് ഫാൻസ് ഉണ്ട് എന്ന് എനിക്കറിയാം. അതെ സർ, ഒരുപാട് ഫാൻസ് ഉണ്ട്. എനിക്കുണ്ട്. ഇത് കൂടാതെ 4 ഫാൻസ്. ഒരെണ്ണത്തിന്റെ സിബ് പോയി കിടക്കാം. കുട്ടിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനൊരു പാട്ട് പാടാം. അയ്യോ അതിനെന്താ സർ? ലക്ഷ്മി നക്ഷത്രയെ എന്നെ നോക്കി തുള്ളിത്തുളുമ്പുകയല്ലേ, നിന്റെ മനസ്സില് എന്നും ഞാനെന്ന വ്യാമോഹമല്ലേ. ഒന്നും കൂടെ പാടണം സർ. ഇല്ല വേണ്ട, ആ വെള്ളം കൂടെ വാങ്ങി വെച്ചോളൂ സാറേ. സർ അവാർഡ് തന്നാ പോയിക്കോളായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവാർഡ് കൊണ്ടുവരുന്നടാ, കൊണ്ടുവരി. അൽഫാമോ എങ്ങനെ ഉണ്ട്? പ്രശംസി പത്രാസ്. ഓ ഇത് കൊള്ളാമല്ലോ. പത്രം സർ. ഒരുപാട് ഉയരങ്ങളിൽ കീഴടക്കട്ടെ. ഒരുപാട് കുട്ടികൾക്ക് പിണിഞ്ഞാ കിണിഞ്ഞ കിണിഞ്ഞോ കുണിഞ്ഞോ എന്നൊക്കെയുള്ള വൃത്തികെട്ട പേരുകൾ ഇടാനുള്ള നാക്ക് എന്നും വഴങ്ങട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഒരുപാട് ഡ്രസ്സുകൾ വാരിക്കോരിയിടട്ടെ. ജയ് കുറുക്കഞ്ചേരി. പോലെ ഒരു അവാർഡ് നമുക്ക് ഒരുമിച്ച് കൊടുക്കണം ഒരുത്തന്. ഇനി ഇവിടെ അവാർഡ് തട്ടിപ്പറിക്കാൻ വരുന്ന വ്യക്തി, അല്ല സോറി, അവാർഡ് മേടിക്കാൻ വരുന്ന വ്യക്തി, we can see the profile, watch it. അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ. ഏറ്റവും വലിയ തൊലിക്കട്ടിക്കുള്ള അവാർഡാണ് ശ്രീ ആസീസ് നെടുമങ്ങാട് മികച്ച നിത്യദാരിദ്ര്യ അശോകരത്ന പുരസ്കാരവും ആസ്ഥാന ചിരി വിഭൂഷണ വ്യാജേന ക്ലോസ് ഒപ്പിക്കൽ അവാർഡും പ്രത്യേക അഖില കേരള ക്ലാഷ് അവാർഡ് നൽകി ആദരിക്കുന്നു. ആസീസിന് ലോക വെപ്രാള രത്നവും നൽകി ഈ വേദി ആദരിക്കുന്നു. സ്വാഗതം ചെയ്യാം ശ്രീ ആസീസ് നെടുമങ്ങാട്. അദ്ദേഹത്തിന് ഒരുപാട് 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 അവാർഡ്സ് ആണ് സ്വന്തമാക്കാൻ സാധിച്ചത്. ആദ്യത്തെ അവാർഡ് എന്ന് പറയുമ്പോൾ മികച്ച വെപ്രാള പുരസ്കാരം ഇദ്ദേഹത്തിന് നേടിയാണ്. ഇവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെപ്രാളൻ. ദാരിദ്ര്യ അശോക രക്ത അവാർഡ് അസിസ്കയ്ക്കാണ്. അതുപോലെ തന്നെ ഒപ്പിക്കൽ ക്ലോസപ്പ് ഒപ്പിക്കൽസ് അവാർഡ് അത് അസിസ്കയാണ്. അത് മാത്രമല്ല മികച്ച ക്ലാഷ് അവാർഡ്, ക്യാഷ് അവാർഡ് അല്ല ക്ലാഷ് അവാർഡ് അസിസ്ക തേടിയെത്തിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. എനിക്കൊരു വലിയൊരു ആഗ്രഹമുണ്ട്. നിന്റെ അശോകന്റെ ഹാ നിന്നിൽ നിന്ന് നേരിട്ടൊന്ന് കേൾക്കണമെന്ന്. എനിക്കറിയാം ഷിയാസ് ജിമ്മ് നോക്കിയപ്പോ മുണ്ടഴി. ൂസൂരി കൊണ്ടുവരുത്. ഏതായാലും പറയണ്ടേ പറയാം. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്കൊരു അവാർഡ് ഇങ്ങനെ കിട്ടിയത്. അത് നമ്മുടെ സ്റ്റാർ മാജിക്കിന്റെ പേരിൽ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ഇതിന്റെ പേരിൽ ഞാൻ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടും. അതിനുള്ള നിർത്തിക്കേ. കളിയാക്കിയാലും മനസ്സിലാക്കാത്തവനാണല്ലോ ദൈവമേ ഇവൻ. Thank you so much, Asiska. So once again, let's give a big round of applause to Aziz Nedumangad. ശരി, എങ്കിൽ അടുത്ത ആളെ അവാർഡ് കൊടുക്കാൻ ആളുടെ പ്രൊഫൈൽ പിക്. ദൂരദർശന്റെ സീരിയൽ തുടങ്ങിയ കാലം മുതലേ സീരിയൽ ചെയ്ത വ്യക്തിയാണ്. അടിപൊളിയാണ് ഈ ചേട്ടാ, സൂപ്പർ.
ഒരു വട്ടം കൂടി ഞങ്ങൾ കളിച്ചോട്ടെ. മുകളിലേക്ക് ചോദിക്കൂ. വേണ്ട, പറഞ്ഞതേ ഉള്ളൂ. വേണ്ട, നോക്കണ്ട, പേടിപ്പിക്കണ്ട, മതിയാക്കി. ಕನ್ನಡ ಭಾಷದ ಜೀತನು ಮಾದುಂದ ಸಿಂಧನು ಜಾತಿಲು ಚಂದಲು. ശ്രീ അനീഷ് ചിറിയൻകീഴ് അഖില കേരള ഏകാംഗ ചിതൽ അവാർഡും കാലകരണ കലാകാര പൂപ്പൽ പുരസ്കാരവും ഓൾ കേരള മെഴുക് അസോസിയേഷന്റെ 2 അവാർഡും മാംസ കോമഡി മാംസ പുരസ്കാരവും നൽകി ആദരിക്കുന്നു. സ്വാഗതം ചെയ്യാം ശ്രീ അനീഷ് ചിറയൻകീഴ്. അനീഷ് ചിറയൻകീഴിന് മൈസൂർ സർക്കാരിന്റെ ചിങ്ങമ്പഴം സ്മാരക പുരസ്കാരവും ഈ കൂട്ടത്തിൽ നൽകുന്നു. സ്വാഗതം ചെയ്യാം ശ്രീ അനീഷ് ചിറയൻകീഴ്. എത്ര കളിയാക്കാലും ഒറ്റ പൊട്ടനും മനസ്സിലാവണില്ല. വലിയ സന്തോഷം. കളിയാക്കിയിട്ട് അത് മേടിച്ചിട്ട് സന്തോഷം. ഇവിടെ പിന്നെ അങ്ങനെയാണല്ലോ, സന്തോഷമുള്ള കാര്യമല്ലേ. എന്നെ എപ്പോഴാ കൊല്ലാൻ പോണെന്ന് ഓർത്താ ഞാനിരിക്കും. ചത്തു നിൽക്കല്ലേ. ഈ 2 അവാർഡും കൊണ്ട് ഈ പ്രൊഡക്ഷൻ പയ്യൻ എന്തോ ഓട്ടം ഓടിയിട്ടുണ്ടെന്നതിൽ ചുറ്റുന്ന ഞാൻ ആലോചിക്കും. നാല് പേർക്കാണ് അവാർഡ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ പ്രൊഫൈൽ പ്ലീസ്. നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ഡെമോനെ ഞാൻ ആദ്യമായിട്ട് കാണും. ഡയാന, ഡയാനയ്ക്കൊന്നും പറയല്ലേ? ഡയാന ഇവിടെ ഉണ്ടോ? ശ്രീ ഡയാന, അമൃത, ദേവി നന്ദ, നയന ഇവർക്ക് വാ തുറക്കാത്തതിനുള്ള വേൾഡ് ഖേദം രത്ന അവാർഡും മൈക്ക് ഡയഫ്രം സംരക്ഷണി തുപ്പൽ രക്ഷതോ അവാർഡും വേൾഡ് സൈലന്റ് ഓർഗനൈസേഷന്റെ നിശബ്ദ ആശയവിനിമയ ഫാൻസ് ഗ്രൂപ്പ് ക്രിയേഷണി രത്നവും ഒരു കാര്യവുമില്ലാത്ത 2 അവാർഡും നൽകി ആദരിക്കുന്നു. സ്വാഗതം ചെയ്യാം അമൃത, നയന, ഡയാന ആൻഡ് ദേവി നന്ദ. ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന അവാർഡാണിത്. മൈക്ക് സംരക്ഷണി അവാർഡാണിത്. ഇന്ന് വരെ മൈക്ക് എടുത്തിട്ട് ഒന്ന് ഊത് പോലും ചെയ്തിട്ടില്ല ഈ പിള്ളേർ. ആകെപ്പാടെ ഈ പിള്ളേരുടെ കയ്യിൽ മൈക്രോഫോൺ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഈ മൈക്ക് ഓപ്പറേറ്റർമാർക്ക് ആകെ ഒരു സമാധാനമുള്ളത്. മൈക്കിന്റെ ഡൈഫ്രത്തിൽ തുപ്പൽ സംഭരണി അവാർഡ് കൂടി ഉണ്ട്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആൻഡ് താങ്ക് യു സോ മച്ച് സ്റ്റാർ മാജിക് അവാർഡ്. വീണ്ടും കളിയാക്കാനും അറിയില്ലല്ലോ. ഇത്രയും ഒരു പ്രസ്റ്റീജിയസ് അവാർഡ് ഞങ്ങൾക്ക് നൽകിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇത് എനിക്കാണോ ഭ്രാന്ത് അതോ ഇവർക്കാണോ? ചെളിവാരി ഇറങ്ങിയാലും അതിൽ കുളിക്കാൻ ഈ കുട്ടികളെ ഞാൻ ഈ ആഗോള നായകനെ ഏൽപ്പിച്ചിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഓടുവാണ്. ഇനിയെങ്കിലും ആ മൈക്കിൽ എന്തെങ്കിലും ഇനി ഞങ്ങൾ ഇതുപോലെ തന്നെ ഇത് പൊന്നുപോലെ സൂക്ഷിക്കും. ഇനി അവാർഡ് കിട്ടാൻ വേണ്ടിയില്ലേ? ഓക്കെ, താങ്ക് യു. Once again, welcome back and now you are watching Star Magic Awards 2022. അപ്പോൾ എന്തായാലും അടുത്ത അവാർഡ് ആർക്കാണ്? എന്തായാലും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാൾക്കുള്ള അവാർഡാണ്. അതാരാണെന്നുള്ളത് ഒന്ന് എത്തി നോക്കാം. LED ബോളിലേക്ക് പാട്ട് പാടാനാ? പാട്ട് പാടാനാ? കൂടെ വിടേ സൈക്കിള് നല്ല സൈക്കിള് 2 ടയർ സൈക്കിള് പന്നപ്പന്റെ സൈക്കിള് സൈക്കിള് നല്ല സൈക്കിള് 2 ടയർ സൈക്കിള് പന്നപ്പന്റെ സൈക്കിള് സൈക്കിള് നല്ല സൈക്കിള് 2 ടയർ സൈക്കിള് പന്നപ്പന്റെ സൈക്കിള്
ഒരു പലഹ പലഹ അതിന്നാല് തൊലഹ തൊലഹ മകളെ ഒരു പലഹ പലഹ അതിന്നാല് തൊലഹ തൊലഹ. ശ്രീ ബിനീഷ് ബാസിൻ തഞ്ചാവൂർ അവതാള ശിരോമണി അവാർഡും നിരന്തര ഗാന നശീകരണ ഉളുപ്പില്ലായ്മ പ്രശസ്തി പത്രവും പ്രത്യേക ജൂറി ഓർക്കസ്ട്ര പ്രാക്കും 250 രൂപയും പ്രശസ്തി പലകയും 150 ഗ്രാം ആണിയും നൽകി ആദരിക്കുന്നു. സ്വാഗതം ചെയ്യാം ശ്രീ ബിനീഷ് ബാസ്റ്റിൻ. പാട്ടാണ് ടീമിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. സംഗീതം. സോ സംഗീതവുമായിട്ട് വളരെ ബന്ധമുള്ള ഒരാൾ ബിനീഷ് ബാസ്റ്റിന് അവാർഡ് നൽകുന്നതിന് വേണ്ടി ഈ വേദിയിൽ ഒരു വലിയ കൈഡി. ഈ വന്നുടനെ വെറുതെ എന്തിനാ ചിരിക്കണേ സർ? അല്ല, അന്തരീക്ഷത്തിൽ നീന്തുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാറിന്റെ ഒരു കാര്യം മാത്രമല്ല, ഇവന്റെയൊക്കെ മുഖത്ത് നോക്കിയാൽ ചിരിക്കാതെ പിന്നെ കരയാൻ പറ്റും. ആദ്യത്തെ അവാർഡ് എന്ന് പറയുമ്പോ തഞ്ചാവൂർ അവതാള ശിരോമണി അവാർഡ്. തീർന്നിട്ടില്ല, നിരന്തര ഗാന നശീകരണ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. പ്രത്യേക ജൂറി പുരസ്കാരമുണ്ട്. അത് മാത്രമല്ല ഓർക്കസ്ട്രക്കാരുടെ പ്രത്യേക ബ്രാക്ക് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് അൺബിലീവബിൾ. എന്താ? ഞാൻ ബിനീഷിന്റെ ഒരുപാട് പാട്ട് കേട്ടിട്ടുണ്ട്. ഏത് രാഗത്തിലാണ് ബിനീഷ് പാടുന്നത്? അയ്യോ, അത് രാഗത്തിന്റെ അല്ല സാറേ, പിന്നെ ഇവനേതോ രോഗത്തിന്റെ പുറത്ത് പാടുന്നതാണ്. രാഗത്തിന്റെ പുറത്തല്ല പാടുന്നത്. അല്ല 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 അല്ല, ബിനീഷിനോട് ഒരു കാര്യം പറയാനുള്ളത്, മോനെ ആദ്യം നീ അക്ഷരശുദ്ധി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പാട്ട് പാടിത്തരാം. മോൻ അതുപോലെ പാടാൻ ശ്രമിക്കണം. ആരെ സാരി പറയുന്ന പാടാ. ബിനീഷിന് സാധകത്തിന്റെ കുറവുണ്ട്. ഫുള്ള് സാധനത്തിന്റെ അല്ലടാ, സാധകത്തിന്റെ കുറവുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു പാട്ട് പാടിത്തരാം, അതേപോലെ നീ പാടണം. ഒരു വല്ലം പൊന്നും പൂവും ഒരു വള്ളം പുല്ലും പൂവും. വള്ളമല്ലടാ, ഒരു വല്ലം പൊന്നും പൂവും ഒരു വള്ളം പുല്ലും പൂവും. വള്ളമല്ലടാ, ഒരു വല്ലം പൊന്നും പൂവും. ഒരു വല്ലം പൊന്നും പൂവും. കരിനീല ചാന്തും കരിനീല ചാന്തും. അല്ല, കുക്കു നീ പാടണ്ട, നാട്ടുകാർ കൂവിക്കോളും. അത് നീ പാടേണ്ട, കഴിഞ്ഞ് നടക്കൂല. നീ വേറെ പാട്ട് പാടില്ല. സൂര്യകിരീടം സൂര്യകിരീടം വീണുടഞ്ഞില്ലേ നീ എറിഞ്ഞുടക്കി. എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല, നീ സാധകം ചെയ്യണം. അതായത് നീ കുമ്പളങ്ങി കായലിൽ പോയി ഈ കഴുത്തൊപ്പം വെള്ളത്തിൽ ഇരുന്ന് രാവിലെ ഒരു 4:30 മണിക്ക് സാധകം ചെയ്താൽ നമുക്ക് റെഡിയാവും. റെഡിയായില്ലെങ്കിൽ ആ കായലിൽ തന്നെ കുട്ട കാണൂടാ, മണൽ വാരി ജീവിതടാ. അതാണ് നിനക്ക് ഏറ്റവും നല്ലത്. അപ്പൊ ഇവന് അവാർഡ് കൊടുക്കാം. എന്തായാലും വന്നില്ലേ, സാറിനെ സംബന്ധിച്ചിടത്തോളം അവാർഡ് കൊടുക്കാം. വേറെ കാര്യമുണ്ട്, ഇവന് ഞാൻ ടോപ്പ് സിംഗറിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അതെ സർ, ആ പരിപാടി ടോപ്പ് സിംഗർ നല്ല രീതിയിൽ പോവല്ല, നശിപ്പിക്കാൻ വേണ്ടിട്ടാണോ സാർ? അല്ല, പാടിപ്പിക്കാനല്ല. അവിടുത്തെ പിള്ളേരൊന്നും പറഞ്ഞേ കേൾക്കൂല. ഇവന്റെ മോന്ത കാണിച്ചൊന്ന് പേടിപ്പിക്കണം. അവിടുത്തെ പറഞ്ഞേ കേൾക്കും, അവിടുത്തെ നിൽക്കുള്ളൂ. അതിനെ കൊണ്ടുപോകുന്നത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ശ്രുതിപ്പെട്ടിയായിട്ട് ഉപയോഗിക്കാം. അവിടുത്തെ കൊമേഡിയൻ ആണല്ലേ. സോ സ്റ്റാർ മാജിക് അവാർഡ്സ് 2022 മൊമെന്റം. കളിയാക്കണല്ലേ ഇത്? മടിയൻ മല ചുമക്കും എന്ന് പറയുന്നത് ഇതാണ്. മടിയൻ മല ചുമക്കും. അടുത്ത അവാർഡിന് വേണ്ടി. ഓക്കെ, അവരെല്ലാം സ്റ്റാർ മാജിക് അവാർഡ്സ് 2022 ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാർ ഈ ഒരു അവാർഡ് കൊടുത്തു. സാറ് കുറച്ച് നിങ്ങൾക്ക് മാറിപ്പോയതാണ്. എന്തിനടേ ഈ ഫിഗർ? ഈ പ്രച്ഛന്ന വേഷ മത്സരം ഈ അവാർഡിനുള്ള മത്സരവിനമാണോ? കുറച്ചു മുമ്പ് അസീഫ് വന്നു. ഞാൻ എം ജി ശ്രീകുമാറല്ല, ഞാൻ അഖില. നിങ്ങളോട് ഞാൻ സത്യം പറയാം, കണ്ടുപിടിച്ച് കളഞ്ഞ് ഇന്ന് വലിയുന്നു. നമുക്ക്
സാറേ ഇതിന് അവാർഡ് കൊടുക്കേണ്ട ആർക്കാന്നറിയോ? ലക്ഷ്മിക്കാണ്. തൊട്ടടുത്ത് അഖില് വന്ന് നിന്നിട്ട് സാറേ എന്ന് വിളിച്ചില്ലേ? ഇവിടെ നിന്ന് ചിരിച്ച ഇതുപോലെ ഇനി. അടുത്ത കാറ്റഗറി ഓഫ് അവാർഡ്സിലേക്ക് നമ്മൾ കടക്കാം. അടുത്ത അവാർഡ് ആർക്കാണ് എന്ന് നമുക്ക് നോക്കാം പ്ലീസ്. മുട്ട പൊട്ടിത്തെറിച്ച് ഞാൻ ഉണ്ടാക്കി. പുൽക്കൂട് ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഫസ്റ്റ് എനിക്ക് കിട്ടി. പുൽക്കൂടിനകത്ത് ആരൊക്കെ ഉണ്ട്? തോമസ്, വർഗീസ്, വാസു. ഞാൻ ഇത്രയും നാൾ എനിക്ക് ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും നാൾ ഞാൻ കടയിൽ പോയി ഞാൻ ചോദിച്ചിട്ടുള്ളത് മമ്മ മധുരണം വേണം. യേശു ജനിച്ച ഒരു ദിവസമായിട്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എന്നിട്ട് അതാണോ? അല്ല, അത് ഈസ്റ്റർ അല്ലേ? ശ്രീ ചേരപ്പള്ളി അനുക്കുട്ടി ലോകോത്തര മികച്ച അട്ടിപ്പുട്ടി കരിപ്പട്ടി രത്നവും മികച്ച ഉണ്ടാക്കിക്കഥാ പ്രാവീണ്യ പുരസ്കാരവും മീൻതല തീറ്റിക്കുള്ള സ്പെഷ്യൽ കേരച്ചൂര അവാർഡ് നൽകി ആദരിക്കുന്നു. സ്വാഗതം ചെയ്യാം ചേരപ്പള്ളി അനുക്കുട്ടി. നിറം സിനിമയിലെ ജോമോളുടെ പാർട്ട് 2 തിളച്ചു കയറുന്നുണ്ട്. അട്ടിക്ക് പുട്ടി അവാർഡ് ജേതാവ്, അതുപോലെ തന്നെ ഉണ്ടാക്കി കഥ പ്രാവീണ്യം അവാർഡ്, ഉണ്ടാക്കി കഥ, പിന്നെ അതുപോലെ തന്നെ മീൻ തലയ്ക്കുള്ള സ്പെഷ്യൽ കേരച്ചൂര അവാർഡ്. അപ്പോ ഇത്രയും അവാർഡ്സ് ആണ്. അതെ. അപ്പം അനുവിനത് അഭിമാനിക്കാവുന്ന നിമിഷമാണ്. സോ മൊമെന്റ് പ്ലീസ്. എനിക്ക് സാറിന് ഒരു കാര്യം പറയാൻ. എനിക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണത്. സാർ എനിക്ക് ടോപ്പ് സിംഗറിൽ എനിക്ക് വന്ന് പാടണം സാർ. മോൾ ഈ പരിപാടിയെ നശിപ്പിച്ചോണ്ടിരിക്കുന്നു. എന്തായാലും അനുക്കുട്ടി അട്ടിക്ക് പൊട്ടിയിടുന്ന നമ്മുടെ അനുക്കുട്ടി ഹാപ്പിയാണെന്ന് വിചാരിക്കണം. ഭയങ്കര ഹാപ്പിയാണ്. കാരണം എനിക്ക് ഇത് കാണാൻ ഇപ്പൊ ഇവിടെ എന്റെ അച്ഛനും അമ്മയും ഇല്ലാതെ പോയി. അതെനിക്ക് ഭയങ്കര വിഷമം. എന്തായാലും എല്ലാം എന്റെ അച്ഛനും അമ്മയുടെ ഒരു ഭാഗ്യം തന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്. അനുകുട്ടി പോലെ പ്രൊഫൈലിൽ ഇല്ലാത്ത ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നതിനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജയൻ സാറിന്റെ ഫിഗർ ചെയ്ത് വെറുപ്പിച്ച ജയൻ ഫിഗർ നശീകരണ അവാർഡും പിന്നെ MG ശ്രീകുമാറിന്റെ ഫിഗർ ചെയ്ത് മെഴുകി ഇപ്പൊ ഇവിടെ നിൽക്കുന്ന അഖിൽ കവലയൂര് മോഹൻലാൽ ഫിഗർ നശീകരണ യന്ത്രം അവാർഡ് ഈ വേദി വെച്ച് കൊടുക്കാൻ അനിമോളെ ക്ഷണിച്ചുകൊള്ളുന്നു. സാറേ അവിടെ ഇരുന്ന് പോണ്ട് വിളയാടുമ്പോ അറിഞ്ഞില്ല ഇങ്ങനൊരു. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു നാടൻ ചൊല്ലാണ്, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതെ, അതുകൊണ്ട് അത് സൈഡ് വാരം കിട്ടി തുടങ്ങിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, തിരിച്ചറിയുന്നു. അതെ, ഇതിനു വേണ്ടി ഒരുപാട് പേര് പ്രയത്നിക്കുമെന്ന് എനിക്കറിയാം. കാരണം ഒരു ഗ്രാമം തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കും. അയ്യോ, ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഞങ്ങൾ വെറുതെ പറഞ്ഞു കാരണം ഞങ്ങൾ അഖിലിന്റെ ഫിഗറുണ്ട്. സാർ യഥാർത്ഥ MG ശ്രീകുമാർ തന്നെയാണ്. സാർ പൂർണ്ണമാണെങ്കിൽ ഈ മോതിരോടെ വേണം. എന്തിനാണ് MG അണ്ണൻ ഇതേപോലെ ഒരു മോതിരമുണ്ട്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒരക്കര മൂട്. സൂപ്പർ പവർ എന്ന് പറയുമ്പോ അവിടെ സൂപ്പർ പവറോട് കൂടി നമ്മുടെ പാട്ടസൂടും അല്ലെങ്കിൽ അതൊരു സൂപ്പർ പവർ ആവോ? ശരിയല്ലേ? നമ്മുടെ ഒരു സിഗ്നേച്ചർ ഗെയിം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഓരോ തവണത്തെ പാട്ടസൂടുമല്ലോ ഞങ്ങൾ എന്തെങ്കിലും വെറൈറ്റീസ് കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ സൂപ്പർ പവറിൽ നമ്മളിനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് പാട്ടസൂഡോ റീലോഡഡ് 3.
പാട്ടസൂടോ കേട്ടിട്ടുണ്ടോ? റീൽ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഞാൻ അത് ചെയ്യണ സമയത്തെ അപ്പം അതിങ്ങനെ പഠിച്ചോണ്ടിരിക്കയാണ്. അപ്പൊ മോള് പോയി, അമ്മ വേഗം വരൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ദോശ ചുട്ടോണ്ടിരിക്കുക. അപ്പൊ ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയായിരുന്നു. അടുക്കളയുടെ അത് ഉണ്ടാവുമല്ലോ, ഗ്യാസിന്റെ നമ്മുടെ അടിയില് വുഡൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് അങ്ങോട്ട് പൊട്ടി. ഹാല് വേക്കോട്ട് വെച്ചതാ. ശരി, അപ്പൊ ഏതായാലും പാട്ടസൂടോ നമ്മളിതാ ഇവിടെ നമ്മുടെ സ്റ്റാർ മാജിക് ടീമിന്റെ വക സൂപ്പർ പവറിൽ എങ്ങനെയാണ് നമ്മൾ റീലോഡ് ചെയ്യാൻ പോണെന്നുള്ളത് കാണിച്ചു തരാം. സുധി ഉണ്ടല്ലോ പാട്ടസൂട ഫേസ്ബുക്കിലിട്ട് ഒരു കമന്റ്, പാട്ടസൂട അല്ല മാട്ടസൂടോയാണ് എഴുതണം എപ്പോഴും പറഞ്ഞോടാ ഞാൻ. ഈ ഗെയിം എങ്ങനെ കളിക്കണം പറഞ്ഞു തരട്ടെ. അതായത് നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാര് ഒരു ബീറ്റ് ഇട്ട് തന്നുകൊണ്ടേയിരിക്കും. ആ ബീറ്റിൽ നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഒരു കഷ്ണം ഇവന് കൊടുക്കാൻ. എന്ത്? ബീഫ്. ഇനി മിണ്ടണ ഒരു ഡോങ്കി ഞാൻ ഒഴികെ. ഓക്കെ, അതായത് രണ്ട് ടീമും ഒരുമിച്ചായിരിക്കും കളിക്കേണ്ടായിരിക്കും. ഒരു ടീമിൽ നിന്ന് ഒരാൾ വരുന്നു, വന്നിട്ട് ഇതിനുള്ളിൽ കയറി നിൽക്കുന്നു. അതിനുശേഷം ഒരു ബീറ്റ് ഓർക്കസ്ട്ര ഇടുമ്പോൾ നിങ്ങളത് ഐഡന്റിഫൈ ചെയ്തിട്ട് എത്രത്തോളം പാട്ടുകൾ പാടാൻ പറ്റും അത്രത്തോളം പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയത്താണ് ഓപ്പോസിറ്റ് ടീം നിങ്ങളെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തിട്ട്, ചിലപ്പോൾ അത് പ്രോപ്പർട്ടി ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ആക്ഷൻ കൊണ്ടായിരിക്കും, എങ്ങനെയെങ്കിലും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ അതിലൊന്നും തളരാനും പാടില്ല, വീഴാനും പാടില്ല, മയങ്ങാനും പാടില്ല. നിങ്ങൾ കീപ് ഓൺ സിംഗിങ്. അതാണ് ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഇവര് മാക്സിമം ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഏറ്റവും നന്നായിട്ട് എന്റർടൈൻ ചെയ്യിക്കുന്ന, അതുപോലെ പെർഫോം ചെയ്യണം, നമ്മളെ ചിരിപ്പിക്കുന്ന ടീമിനായിരിക്കും സമ്മാനം പോകാൻ പോണേ. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഏറ്റവും ആദ്യം കളിക്കാൻ വേണ്ടി വരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് നയന. നമുക്ക് ടോപ്പ് സിംഗറിൽ നിന്ന് ഇറങ്ങിയല്ലോ. ശരി, അപ്പൊ നയനയാണ് ഫസ്റ്റ് കളിക്കാൻ വേണ്ടി പോണേ കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ് നയന, ആൻഡ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം പാട്ടസൂടോ റീലോഡഡ് 3. അപ്പോ ഐസ് ഒന്നുമില്ല, നോർമൽ ആയിട്ട് അവർ നിൽക്കുകയാണ്. സിമ്പിൾ ആയിട്ട് അവർക്ക് പാടാൻ പറ്റും കേട്ടോ. അപ്പൊ ഏതാണ് ആ ഒരു ബീറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ചേട്ടാ പ്ലീസ്. സൗഹൃദം പകർന്നു വരൂ രാമായണ കാറ്റേ.
ലാസ്റ്റ് ഊട്ടിയിൽ വരെ പോയിട്ട് വന്നു, അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. ഗുഡ് ജോബ്. എവിടെയും തപ്പിയില്ല, നല്ല രീതിയിൽ ഇതായി. നയനയ്ക്കൊരു വലിയ കൈഡി കൊടുക്കണം. ത്രൂ ഔട്ട് കോൺഫിഡൻസ് ആൻഡ് പെർഫോമൻസ്. സൂപ്പർ, ഗുഡ് ജോബ്. ഗെയിം എങ്ങനെയുണ്ട് നിതി ചേച്ചി? അടിപൊളി. ഒന്ന് പാട്ട സുടണോ? വേണ്ട, സുടണ്ട. എനിക്ക് ഇത്ര അടിപൊളി ഗെയിം ഇഷ്ടമല്ലേ? ഇത്ര അടിപൊളി എനിക്ക് താല്പര്യമില്ല. ശരി, അടുത്തതായിട്ട് വരാൻ പോണേ ഒരാള് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. എന്നാ നമുക്ക് ഐസും കെട്ടല് കേറി ഇന്നാവാം ബാക്കി കരച്ചില്. പോരെ അമൃത. ഓക്കെ അമൃത, your time starts now. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണ നെഞ്ചിലെന്ന്, കല്യാണ കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ, ചക്കര തുണ്ടാണ് കണ്ടതയ്യാ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ്, കല്യാണ നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ, പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ, പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. നീലത്താമര പൂമോളെ, നീലത്താമര പൂമോളെ, പെണ്ണാളെ പെണ്ണാളെ കരിമീൻ കണ്ണാളെ കണ്ണാളെ. കദളി ചെങ്കദളി പൊൻകദളി പൂവേണോ, പൂവേണോ പൂക്കാരാ. കദളി ചെങ്കദളി പെണ്ണാറ്, അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ ആൺകളി അക്കരേക്ക്, അല്ലെങ്കിൽ പെൺകളി ഇക്കരേക്ക്. കരിമണിക്കുരുവിയെ കണ്ണീലായൻ ചിലമ്പൽ 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 മുക്കാല മുക്കാപ്പുല ലൈല ലൈല മുക്കാപ്പുല ലൈല. എന്റെ നെഞ്ചിലെ വെണ്ണിലാവിലെ നല്ല പാട്ടുകാരാ, തട്ടമിട്ട് ഞാൻ കാത്തു വെച്ചവൻ മുട്ടിലോറും അത്തറന്ന് വേണ്ടേ, അത്തറന്ന് വേണ്ടേ, അത്തറന്ന് വേണ്ടേ സുൽത്താന്റെ പാട്ടുകാരാ. ഇറക്കി വെച്ചിരിക്കാ, വറുത്തുകോല് മുളക് പോട്ട് ഇറത്ത് വെച്ചിരിക്കാ. അമ്മ മഴക്കാറിന് കണ്ണീരൻ, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. ലാലേ ലാലേ ലാലേ, എന്റെ കൽബിലെ വെണ്ണിലാവു നീ. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു കുട്ടിയാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് നെല്ലത്ത് ഗ്യാസ് കയറി പോയി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു താങ്ക് യു. അവന്റെ പേര് ഈ ഫ്ലോറിൽ എഴുതടി. നിന്റെ പേര് എഴുതി ഞാൻ അറിയാം. എന്തായാലും നന്നായിട്ട് കളിച്ചു. ഗുഡ് ജോബ്. നല്ല ജോലി, നല്ല ജോലി. ഈ ഒരു ഗെയിം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഗാന കോകിലമാണ് ഇനി ഈ വേദിയിലേക്ക് വരാൻ പറഞ്ഞ മനസ്സിലായ ആരാണെന്ന്. ഞങ്ങള് തോൽവി സമ്മതിച്ചു. എന്ത് പറ്റിയേട്ടാ? കുട്ടിയുടെ മുമ്പ് ഞങ്ങൾ പിടിച്ചു നിൽക്കില്ല. അതെ. എഴിഞ്ഞു പോകുമ്പോ എന്നൊക്കെ നോക്കാം. ഏതായാലും ഞാൻ ഇത്ര പറഞ്ഞ ആ ഗാനകോകിലെ തന്നെ നടന്നു വന്നോളൂ. എല്ലാ ഭാഷയിലും പാടുന്ന ആളല്ലേ നീ? വിളിച്ചില്ലല്ലോ, പേര് വന്നില്ലല്ലോ, പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാനല്ലേ, ഞാൻ കോകില.
അനു ഗോകുലം, ഇത് ഉപ്പൻ. ഉപ്പൻ. അനു പറയണത് ആദ്യമേ ഐസ് വേണ്ടെന്നാ. അനു അങ്ങനെയാണ്. ആദ്യം ഐസ് അത് ഡ്രൈ അടിക്കും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴാണ് ഐസ് ഇടുള്ളൂ. ശരി, അപ്പോ നമ്മൾ വീണ്ടും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നെൽസന്റെ ടീമിൽ നിന്നാണ് അനു വന്നിട്ടുള്ളത്. ഓർക്കസ്ട്ര ചേട്ടന്മാരെയൊക്കെ വേണ്ട രീതിയിൽ സോപ്പിട്ടിട്ടുണ്ടല്ലോ അല്ലേ? സോപ്പിട്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോ ഏറ്റവും സിമ്പിൾ ആയിരിക്കും. ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിത്യ ചേച്ചിക്ക് വേണ്ടിട്ട് എക്സ്ക്ലൂസീവ്ലി നമ്മുടെ അനു ഓൺലി ഓൺ നമ്മുടെ സൂപ്പർ പവറിൽ പാട്ട്. ഗാനകോകിലം. Your time starts now. ഒരു മധുരക്കിനാവിൻ ലഹരിയിൽ നിന്നും കുടമുല്ല പൂ വിരിഞ്ഞു അതിരാവിലെ തേൻ പണ്ടു ഞാൻ ശല്യം ചെയ്യും. വണ്ടുകളെ ശല്യം ചെയ്യാറില്ല. ഒരു മധുരക്കിനാവിൻ തീണ്ടടക്കം തൂന്തടക്കം തക്ക് തക്ക് തീണ്ടടക്കം തെല്ലാതാ ദില്ലാനാ തീണ്ടടക്ക തിക്ക തിക്ക താന്തടക്ക ദില്ല ദില്ല മാക്കടക്ക തിക്ക തെക്ക് ദില്ലാനാ നന്ദലാല ഹോയ് നന്ദലാല നാളെല്ലാം പകലിയും നന്ദലിയോ മാറിവില്ലേ മണ്ണു വന്നലാര മാനത്തെ കാണതിരിന്നു സുഖമാണി നിലാവ് എന്തു രസമാണി കാരകിൽ നീ വരുമ്പോൾ എന്തു രസമാണി സന്ധ്യ ചെലമ്പോൾ കാറ്റെ ഒന്ന് ചുറ്റി അടിച്ചാട്ടെ എന്ന് മെല്ലെ അടിച്ചാട്ടെ തുണി അടിച്ചാട്ടെ ചെലമ്പോൾ കാറ്റെ ഒന്ന് ചുറ്റി അടിച്ചാട്ടെ തുണി അടിച്ചാട്ടെ മരുതണ്ണി അടിച്ചാട്ടെ അമ്മ അമ്മ ഊട്ടി അമ്മ ഊട്ടി പട്ടണ നാട്ടിൽ പാടാ പിന്നെ മതി തൊട്ടിട്ട് മോട്ടപ്പെട്ട സിന്നാമാടാ അങ്ക സുറ്റട തിങ്ക ചിക്കട സിന്നാറുണ്ട് ആടാ താടാട തന്നടാ ആലാട കാണാട തന്നടാ അച്ചച്ചാ പൊന്നഹേ ആത്തിന്നും പൊന്നഹേ കൈക്കുട്ടയിൽ മാപ്പെടുത്ത് കയ്യോടെ തടുക്കും അച്ചച്ചാ പൊന്നഹേ കാത്തിന്നും പൊന്നഹേ കൈക്കുട്ടയിൽ മാപ്പെടുത്ത് കയ്യോടെ ചെറുക്കും പൊന്നഹേ ഹാ ഹാ ഏ സാന്തിയ ഹാ ഹാ ഏ പൊന്നഹേ ഹേ ഹേ സാന്തിയ ഹാ ഹേ മമ്മർദാസാ എന്നെ ചെറുത് പിള്ളാരെ മമ്മർദാസാ കണ്ണക്കെടുത്ത് சொல்லாரே மச்சா பருக்குறா மிச்சா திருக்குறா சுற்று பருக்குறாதா மச்சா வர்க்குறா நிக்கு சறுக்குறா பார சறுக்குறா பா அகிங்கே துணியில் உழலும் திரிபுட ഇത് പ്ലാസ്റ്റിക് പാമ്പാണ്. மம்மர்தாசா கண்ண சுருக்கு தில்லாடு மம்மர்தீசா பஸ் தில்லாடு மக்கா திருக்குறாலா ஓகே ஆட்டோட்ட பூட்டது நானடா கண்ண கரக செட்டு தொக்குறே நானடா கையோல பேகுடா நானடா அந்த பாட்டு தேவுடா தேவுடா அண்ணமாட தேவுடா ஓட சொருடா என்ன கரு தேவுடா என்னட்டு கைக்கு மரசு குந்துத்தல் அரசு பாரு கொடுடா பாச்சா சாச்சா மேல லாச பூத்திரிகள் கண்ணீர்ந்தவளே நின்னாச பாத்திரிகள் கூட ஜாத்ரியில் கூட ചൂടുമാ കുടമുല്ല പോലെ ഈ പ്രണയം തഴുകുന്നു മെല്ലെ പുണരുന്നു രാഗസാന്ദ്രമാണി പ്രണയം വെണ്ണില ചന്ദനക്കിണ്ണം മടക്കായനിൽ മേലെ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ ഗൻ കൊയ്തു കഴിഞ്ഞ് ആറ്റക്കിളി പോകും നേരം
വിതുമ്പിക്കൊണ്ടിരുന്നിരുന്ന ആ ഗാനങ്ങൾ തന്നെയാണോ കേട്ടത്? അതെ, അത് തന്നെയായിരുന്നു കേട്ടത്. ആ പാട്ട് കേട്ടപ്പോഴാ വിതിമ്പിയത്. കേക്കട്ടെ. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു പാട്ടിന്റെ രണ്ടുപേരെങ്കിലും ഒഴിക്കാന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ കൂടെ ജാത്രയിൽ എനിക്ക് തോന്നുന്നു അനുവിനൊരു പ്രണയം ഉണ്ടെന്ന് തോന്നുന്നു. പ്രണയത്തിൽ മാത്രമേ ഉള്ളൂ ശ്രദ്ധ. ഒന്നോ ഒരു പാട്ടിന്റെ വരി ശ്രദ്ധിച്ചായിരുന്നോ? കമ്മറദാസ മന്മദരാസാണ്. ശരി, എന്തായാലും നന്നായിട്ട് ഗെയിം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ആള് വരട്ടെ. കോമ്പറ്റീഷൻ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തുരുമ്പ് ജോണിലാണ്. തുരുമ്പ് ജോണിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് ശ്രീവിദ്യ ഷോ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ ഇജാതി കോൺഫിഡൻസ് അത് ശ്രീവിദ്യയുടെ മുഖത്ത് മാത്രമേ കാണാനുള്ളൂ. ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനൊരു നുണ പറഞ്ഞിട്ട് കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്തിട്ട് കുട്ടികളെ കൗണ്ടർ കൊടുക്കാൻ പോവാ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇനി തീരം തേടും തിരയുടെ പാട്ടിൽ മോഹമുണക്കമുണർന്ന മതാലസയായി ഇനി മോഹമുണർക്കും മേട്ടിൽ ഹാ